കുവൈറ്റിൽ അനധികൃതമായി നിർമ്മിച്ച വിഷമദ്യം കഴിച്ച് ആശുപത്രിയിലായ വിദേശികളെ സുഖം പ്രാപിച്ചാൽ നേരിട്ട് നാടുകടത്താനുള്ള നടപടികൾ കുവൈറ്റ് അധികൃതർ ആരംഭിച്ചു. മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ചികിത്സയിലായിരുന്ന പ്രവാസികളെയും രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് ആരോഗ്യ സുരക്ഷാ വിഭാഗങ്ങൾ വ്യക്തമാക്കി. വിഷമദ്യം വിതരണം ചെയ്ത സംഘത്തെ പിടികൂടാൻ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കർശനമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. അപകടകാരിയായ മെഥനോൾ കലർന്ന മദ്യം ഏഷ്യൻ പ്രവാസികളെയാണ് പ്രധാനമായും ബാധിച്ചത്. കുവൈറ്റിൽ മദ്യം നിയമപരമായി നിരോധിതമായതിനാൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില സംഘം വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്യാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവാസികളുടെ ജീവിതത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ 23ഓളം പേർ മരിക്കുകയും 160-ലേറെ പേർ ആശുപത്രികളിൽ ചികിത്സയിലുമാണ്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. മരണമടഞ്ഞവരും ചികിത്സയിൽ കഴിയുന്നവരും മുഴുവൻ ഏഷ്യൻ പൗരന്മാരാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഭൂരിഭാഗം രോഗികളും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇവരിൽ പലർക്കും വെന്റിലേറ്റർ, അടിയന്തര ഡയാലിസിസ് തുടങ്ങിയ ഗുരുതര വൈദ്യസഹായം ആവശ്യമായി വരുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില മെഡിക്കൽ സംഘം 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണ്.